ശാന്തി. ഒരു മനുഷ്യന് ഒരിക്കലും തന്നെ തീർത്താൽ തീരാത്തതായിരിക്കുന്ന കൊതിയാണ് ലോഭം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെയും കാരണക്കാരനാകുന്നത് ലോഭം തന്നെയാണ്. എത്ര കിട്ടിയാലും എനിക്കിനി പോരാ 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 എന്നൊരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ എൻ്റെ പോരാ പോരാ എന്ന് വെച്ചാൽ അർത്ഥം ഇല്ല 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 എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അവരുടെ കയ്യിലുള്ളതായിരിക്കുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് അവരുടെ കയ്യിൽ നഷ്ടമായി 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 അവസാനം ഒന്നുമില്ലാത്തവരാക്കും എത്തിച്ചേരും. ഒരിക്കൽ ഒരു ഗ്രാമത്തിലൂടെ ഒരാൾ ധനികനായിട്ടുള്ള ഒരു കൊതിയനായ ഒരാൾ യാത്ര ചെയ്യുമായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് ഒരു പണസഞ്ചി നഷ്ടപ്പെട്ടു പോയി. അയാൾ പണസഞ്ചി തിരഞ്ഞ് ആ വഴിയിലൂടെ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ദരിദ്രനായ ഒരാൾ, പാവപ്പെട്ടവനായ ഒരാളായിരുന്നു. അയാളുടെ കയ്യിൽ ഈ പണസഞ്ചി വന്നു ചേർന്നു. അപ്പോൾ ഈ സഞ്ചി എടുത്ത് അയാളിങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഇയാൾ മാർക്കറ്റ് ഇങ്ങനെ എല്ലാവരോടും ഉറക്കെ പറയുന്നത് കേൾക്കുകയാണ്, ഈ സ്ഥലത്ത് വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്നൊരു പണസഞ്ചി നഷ്ടപ്പെട്ടു പോയി, അത് തരുന്നവർക്ക് തീർച്ചയായും അർഹതപ്പെട്ടതായ സമ്മാനം ഞാൻ തരുന്നതായിരിക്കും എന്ന് ഇയാൾ പറയുന്നതായിട്ട് അയാൾ കേട്ടു. അപ്പോൾ ഈ ദരിദ്രനായ ആൾ സന്തോഷത്തോടു കൂടി വന്ന് ആ പണക്കിഴി ആ സമ്പന്നനായിട്ടുള്ള ആളുടെ കയ്യിൽ കൊടുത്തു. ആ പണക്കിഴി കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ ഒന്നും മിണ്ടാതെ ആ സഞ്ചിയും വാങ്ങിച്ചുടന്ന് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയും, അങ്ങ് ഇപ്പം തന്നെ അനൗൺസ് ചെയ്തല്ലേ ഉള്ളൂ ഈ പണക്കിഴി തരുന്ന ആൾക്ക് തീർച്ചയായും തക്കതായിരിക്കുന്ന സമ്മാനം തരുന്നൊക്കെ, എനിക്ക് വേറൊന്നും തരണ്ട, ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി, ഒരു നേരം വയറ് നിറച്ച് കഴിക്കാനുള്ള അന്നം ഒന്ന് എനിക്ക് വാങ്ങി തന്നിട്ട് പോകുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ തിരിഞ്ഞെന്ന് പറയും, ഞാൻ നോക്കട്ടെ ഈ സഞ്ചിയിൽ എത്രയുണ്ടെന്ന് എന്നിട്ട് എണ്ണി നോക്കിയിട്ട് പറയും, ഇതിൽ 50 സ്വർണ്ണ നാണയങ്ങളുണ്ടായിരുന്നു, ഇതിൽ നിന്ന് 25 സ്വർണ്ണ നാണയം നീ ഇപ്പോഴേ അടിച്ചു മാറ്റിയിരിക്കുകയാണ്, എന്നിട്ട് ഇനി നിനക്ക് സമ്മാനമോ എന്ന് പറയും. ഞാൻ ഉടനെ തന്നെ പട്ടാളക്കാരനെ വിളിക്കും, നീ വേഗം തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നോക്കിക്കോ എന്ന് പറയും. അപ്പോൾ ഈ ദരിദ്രനായിട്ടുള്ള ആളുടെ മനസ്സിൽ വിഷമം കൊണ്ട് അയാൾ പറയും, എനിക്ക് പട്ടാളക്കാരനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല, എന്നാൽ നിങ്ങൾ വിളിക്കേ പട്ടാളക്കാരനെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഒരു പട്ടാളക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രാജാവിൻ്റെ സൈന്യത്തിൽ ഒരാൾ ഇത് കേട്ടപ്പോൾ അയാൾ വേഗം തന്നെ വന്ന് പറയുകയാണ്, തീർച്ചയായിട്ടും ഇവൻ ഇങ്ങനെ ഒരു കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാജസന്നിധിയിൽ കൊണ്ടുപോയേ പറ്റുള്ളൂ, ഇവനെ കൊണ്ട് തെളിയിച്ചേ പറ്റൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമ്പന്നൻ്റെ മനസ്സിലൊരു ഭയം തുടങ്ങി. അയാൾ പറയും, ഈ കൊച്ചു കൊച്ചു കാര്യത്തിനൊക്കെ വേണ്ടി രാജാവിന് എന്തിനാണ് വിഷമിപ്പിക്കാൻ പോകുന്നത്, ഞാനിവനെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ലേ എന്ന് പറയും, എനിക്ക് പോയാൽ മതി, സാരമൊന്നുമില്ലേ പോട്ടെ എന്ന് പറയും. അപ്പോൾ ഈ ദരിദ്രനായിട്ടുള്ള ആൾ പറയും, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, എന്തായാലും ഇതൊരു അന്യായമാണ്, രാജാവിൻ്റെ മുന്നിൽ പോയല്ലേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ സൈനികനായിട്ടുള്ള പട്ടാളക്കാരനായാലും പറയും, എന്തായാലും നമുക്ക് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോകാം, ഇവന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ, കണ്ടില്ലേ ഇവൻ്റെ അഹങ്കാരം എന്ന് പറയുകയാണ്. അങ്ങനെ രാജാവിൻ്റെ അടുത്ത് ചെന്നു. ഇയാൾ തൻ്റെ ഉണ്ടായ സംഭവമൊക്കെ രാജാവിനോട് വർണ്ണിച്ചു. ഇത് കേട്ടപ്പോൾ രാജാവിന് സത്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ രാജാവ് പറയും, ആ പണക്കിഴി എൻ്റെ കയ്യിൽ താ, ഞാൻ നോക്കട്ടെ എന്ന് പറയും. എണ്ണി നോക്കുമ്പോൾ അത് 25 സ്വർണ്ണ നാണയങ്ങളേ ഉള്ളൂ. അപ്പോൾ പറയും, അങ്ങ് എത്രയാണെന്നാണ് പറഞ്ഞത്, അതിൽ എത്ര സ്വർണ്ണ നാണയം ഉണ്ടെന്നാണ് പറയുന്നത് ചോദിക്കും സമ്പന്നനായിട്ടുള്ള ആളുടെ അടുത്ത്. അപ്പോൾ അയാൾ പറയും, എൻ്റെ പണക്കിഴിയിൽ 50 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു, ഇവൻ 25 സ്വർണ്ണ നാണയം എടുത്തതാണ്. അപ്പോൾ ഈ ദരിദ്രനായ ആളോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ പണക്കിഴി കിട്ടിയപ്പോൾ അതിൽ എത്ര സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അയാൾ പറയും, ഇതിൽ 25 സ്വർണ്ണ നാണയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഞാൻ ഒരു നാണയം പോലും അതിനൊന്നും എടുത്തിട്ടില്ല, ഇവൻ ഉടനെ തന്നെ സമ്മാനം തരുന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു, ഞാൻ ഇവരുടെ അടുത്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്തു, അതൊന്നും സംഭവിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രാജാവ് പറയും, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പണക്കിഴിയിലുള്ളത് 25 സ്വർണ്ണ നാണയങ്ങളാണ്, ഇവന് കിട്ടിയത് 25 ഉള്ളൂ, അങ്ങയുടെ പോയത് 50 സ്വർണ്ണ നാണയങ്ങളായിരുന്നല്ലോ, അപ്പോൾ ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ആവാൻ സാധ്യതയില്ല, മറ്റാരുടെ കയ്യിൽ നിന്നോ വീണു പോയതാണ്. അപ്പോൾ ഉടമസ്ഥനില്ലാത്തതായിരിക്കുന്ന പണക്കിഴി ആയതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇതിൽ നിന്ന് പകുതി സ്വർണ്ണ നാണയങ്ങൾ രാജാവിൻ്റെ ഖജനാവിലേക്കും പകുതി സ്വർണ്ണ നാണയങ്ങൾ ഈ പാവപ്പെട്ടവനായിട്ടുള്ള ആൾക്കും കൊടുത്തേക്കും, അയാൾ കൊണ്ടുപോയി ജീവിച്ചോട്ടെ, ഇത് താങ്കളുടെ സ്വർണ്ണ നാണയക്കിഴിയാവാനുള്ള ഒരു സാധ്യതയുമില്ല, അത് കിട്ടിയിട്ട് ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തന്നേക്കാമെന്ന് പറയും. ഒന്നും പറയാൻ നിവൃത്തിയില്ലാതെ വിഷണ്ണനായിക്കൊണ്ട് ആ സമ്പന്നൻ രാജകൊട്ടാരത്തിന് തിരിച്ച് പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് അത്യാർത്തി കാണിക്കാൻ പോയാൽ നമ്മുടെ മനസ്സിൽ എത്ര കിട്ടിയാലും പോരാ 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 എന്നുള്ള വിചാരം വന്നാൽ ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം ഉണ്ടാവുകയും നമ്മുടെ കയ്യിലുള്ളത് കൂടി നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് എന്തുണ്ടോ അതിന് ഈശ്വരനോട് താങ്ക്സ് പറയാം. എന്ത് നമ്മുടെ കയ്യിലുണ്ടോ അതിൽ നമ്മുടെ മനസ്സിൽ സംതൃപ്തി ഉണ്ടാവുക. ലോഭം കാണിക്കാതിരുന്നാൽ ഉള്ളത് നഷ്ടമാകാതെ ഇനിയും ഇനിയും വന്നുകൊണ്ട് സന്തോഷമായി നമുക്ക് ജീവിക്കാം. അത്യാഗ്രഹം സർവനാശം വരുത്തുകയുള്ളൂ. അതുകൊണ്ട് ഉള്ളതിന് ഈശ്വരനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക്, എങ്കിൽ ജീവിതവും സന്തോഷഭരിതമാകും. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.